അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, പലപ്പോഴും നമ്മൾ ചില അമലുകൾ ചെയ്യുമ്പോഴേക്ക് നാം അഹങ്കരിക്കുകയാണ്. നമ്മളോട് നമുക്കൊരു വിധാരണ വരികയാണ്, ഞാൻ നല്ലവനാണ്, അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ ഇഷ്ടപ്പെട്ടവനാണ് എന്ന പലപ്പോഴും അത്തരത്തിലൊരു ചിന്ത ഒരു ചെറിയ അമല് ചെയ്യുമ്പോഴേക്ക് നമുക്ക് തോന്നുകയാണ്. അതേ സമയത്ത് മഹാന്മാരൊക്കെ എത്രയോ അമല് ചെയ്തിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു ഹറാമിയത്ത് പോലും അവർ വരാതെ വളരെ ഗൗരവത്തോടു കൂടെ അവർ സൂക്ഷിച്ചും അവരൊന്നും പേടിക്കുകയാണ്, ഞാനൊരു പാവപ്പെട്ടവനാണ്, മോശപ്പെട്ട ഒരാളാണ്, അല്ലാഹു എന്നെ ദേഷ്യപ്പെടുമോ, അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ഇങ്ങനെ പേടിക്കുന്നവരായിരുന്നു മഹാന്മാർ. അതേ സമയത്ത് നമ്മൾ എത്രയോ ദോഷങ്ങൾ ചെയ്ത് എത്രയോ പാപങ്ങൾ ചെയ്ത് അതെല്ലാം പൊരുത്തോ അല്ലാഹു പൊരുത്തപ്പെട്ടോ എന്നറിയില്ല. അതൊന്നും അറിയാതെ ഒരു ചെറിയൊരു തൗഫീക്ക് നമുക്ക് കിട്ടുമ്പോഴേക്ക് നാം അഹങ്കരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ആകരുത്. നമ്മെ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഇക്കാര്യവുമായി നമ്മെ ഉപദേശിക്കുന്നത് കാണാം. വളരെ ഗൗരവമേറിയ ഒരു ഉപദേശം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, യാ മിസ്കീൻ അന്ത മുസീഉൻ വതറാ അന്നക മുഹ്സിൻ. മോനെ, നീ ഒരു ചീത്തയായ മനുഷ്യനാണ്, നീ ഒരു പാവപ്പെട്ടവനാണ്, നിനക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷേ എന്നിട്ടോ വതറാ അന്നക മുഹ്സിൻ, നീ വിചാരിക്കുന്നു ഞാൻ വലിയൊരു വലിയാണെന്ന്, നീ വിചാരിക്കുന്നു ഞാൻ സ്വർഗാവകാശിയെന്ന്. നിനക്ക് അല്ലാഹു ചെറിയൊരു തൗഫീക്ക് തരുമ്പോഴേക്ക് പിന്നെ ഇവിടെയുള്ളവരെല്ലാം മോശപ്പെട്ട് ഞാൻ മാത്രം വിജയിച്ചവനെന്ന് ചിന്തിക്കുന്നു. നിന്റെ ആ ചിന്ത ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അൻത ജാഹിലുൻ വതറാ അന്നക ആലിമുൻ. മോനെ, നീ ജാഹിലാണ്, നീ വിവരമില്ലാത്തവനാണ്, നിനക്കൊരു വിവരവുമില്ല. എന്തോ കുറച്ചൊക്കെ വിവരമുള്ളതിൻ്റെ പേരിൽ, എന്തോ കുറച്ചൊക്കെ നിനക്കറിയാം എന്നതിൻ്റെ പേരിൽ നീ അഹങ്കരിക്കുകയാണ്, നീ വിചാരിക്കുകയാണ് നീ വലിയ ആലിമാണെന്ന്. എന്ത് ഇൽമാണ് നിന്നിലുള്ളത്? ആ ഇൽമ കൊണ്ട് നീ എന്ത് അമല് ചെയ്തു? ഒന്നും നിന്നിലില്ല. നീ ജാഹില് തന്നെയാണ്, നീ വിവരമില്ലാത്തവന് തന്നെയാണ്. അതാണ് നീ വിചാരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പറയുന്നു. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, വതബ്ഖുലു വതറാ അന്നക കരീമുൻ. നീ ബഖീലാണ്, നീ ബിശുക്കനാണ്, എന്നിട്ടോ നീ വിചാരിക്കുന്നു ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന്. എപ്പോഴോ ആർക്കോ എന്തോ കുറച്ച് കൊടുത്തു, ആ കൊടുത്തതിൻ്റെ പേര് നീ വിചാരിക്കുകയാണ് ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെ എത്ര വലിയ വലിയ ധർമ്മിഷ്ഠന്മാരുണ്ട്. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി തന്നിലുള്ളതെല്ലാം അവർ കൊടുത്ത് അല്ലാഹുവിന് വേണ്ടി അവർ കൊടുത്തതാണ്. അവരെ നോക്കുമ്പോൾ നീ വലിയ ബിശുക്കനാണ്, നീ ബഖീലാണ്, നീ അങ്ങനൊന്നും വിചാരിച്ചു പോകരുതേ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന്. കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തൗഫീഖാണ്, ഇനിയും കൊടുക്കാൻ നോക്കാം, അല്ലാതെ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് മനസ്സിലാക്കരുതേ എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഉപദേശിക്കുകയാണ്. വീണ്ടും പറയുന്നു, വഅഹ്മക വതറാ അന്നക ആകിലുൻ. നീ വിഡ്ഢിയാണ്, നിനക്കൊരു വിവരവുമില്ല, എന്നിട്ടോ നീ വിചാരിക്കുന്നു ഞാൻ വലിയ ബുദ്ധിയുള്ളവനാണെന്ന്. ഒരിക്കലും നീ ബുദ്ധിയുള്ളവനല്ല. നീ ഒന്ന് ശരിക്ക് ചിന്തിച്ചു നോക്ക്. എത്രയോ ബുദ്ധിമാന്മാർ ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് ആഗ്രഹിക്കുന്നവരാണ്. ഒരിക്കലും നശിക്കാത്ത ജീവിതത്തെ, അതേ ആഖിറമാകുന്ന ജീവിതത്തെ കൊതിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. അവരാണ് ഔലിയാക്കന്മാർ, അവരാണ് ആരിഫീങ്ങൾ, അവരാണ് ആക്കിലീങ്ങൾ. നീ വിഡ്ഢിയാണ്, നിനക്കൊരു ബുദ്ധിയുമില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, അജലുക ഖസീറുൻ വഅമലുക തവീലുൻ. ഇത് വളരെ ഗൗരവത്തോടു കൂടെ, ഒന്നും കൂടി ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മോനെ, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. നിന്റെ അജല്, നിന്റെ അവധി, നിന്റെ സമയം അത് കുറച്ചേ ഉള്ളൂ. അതെത്ര സമയമാണെന്നറിയില്ല. ഒന്നിരിക്കലോ ഒരു ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചയായിരിക്കാം,
അല്ലെങ്കിൽ ഒരു മാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊല്ലമായിരിക്കാം, ഇനി എത്ര കൊല്ലവേനുണ്ടാവട്ടെ, ഇന്നത്തെ ഒരു ദിവസം കുറയുമ്പോഴേക്ക് അത് നിന്നിൽ നഷ്ടപ്പെട്ടു പോയി. ആ ദിവസം വരാതിരിക്കൂല. അതേ, നിന്റെ സമയം അത് കുറവാണ്. പക്ഷേ വഅമലുക, സമയത്ത് നിന്റെ കൊതി ഉണ്ടല്ലോ, നിന്റെ ആഗ്രഹങ്ങൾ ത്വവീലുൻ, അത് നീളമായതാണ്. ഒരിക്കലും പോലും അതിന് വയസ്സാവുകയില്ല. വല്ലാത്തൊരു പറച്ചിലാണ്. അതേ, ഒരാൾക്ക് 100 വയസ്സായിട്ടുണ്ടെങ്കിലും ഇനി മരിക്കാൻ കിടക്കുകയാണെങ്കിലും അയാൾ ചിന്തിക്കുന്നത് ഇനിയൊരു 100 കൊല്ലത്തിന്റെ അപ്പുറത്തുള്ള കൊതികളാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. നീയൊന്നും ആഗ്രഹിക്കേണ്ടത് അല്ലാഹുവിന്റെ പൊരുത്തമാണ്, അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. അതേ, അല്ലാഹുവിന്റെ അടുക്കൽ എങ്ങനെ വിജയിക്കാൻ കഴിയുക എന്നത് ചിന്തിച്ച് നീ ജീവിക്കണം മോനെ. അതാണ് ഒരു ബുദ്ധിയുള്ളവന്റെ, അല്ലാഹുവിന്റെ അടുക്കൽ വിജയിച്ച മഹാന്മാരുടെ ജീവിതമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അല്ലാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ ജീവിതം, അവരുടെ സ്വഭാവം, അവരുടെ ചിന്തകൾ ഇങ്ങനെയായിരുന്നു. ഞാനൊരു ദോഷിയാണ്, ഞാനൊരു പാപപ്പെട്ടവനാണ്, ഞാനൊരു വിവരമില്ലാത്തവനാണ്, ഞാനൊരു വിഡ്ഢിയാണ് എന്ന് എൻ്റെ അവധി കുറച്ചേ, എനിക്ക് സമയം കുറച്ചേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ഇങ്ങനെ ജീവിച്ചവരാണ് മഹാന്മാർ. ആ ചിന്തയാണ് നമുക്കും ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധി തന്ന്, നല്ല അഖ്ല് തന്ന് അവരെ ചിന്തിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.